ഹലോ ഫ്രണ്ട്സ്, ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഇഞ്ചി തീയൽ അല്ലെങ്കിൽ ഇഞ്ചി അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. സാധാരണ പോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കുട്ടിക്ക് ആയതുകൊണ്ട് കുറച്ച് സ്പൈസ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ ഇൻഗ്രീഡിയൻസിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇഞ്ചി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്, പ്രത്യേകിച്ചും കുട്ടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും ആൻറ്റിബോഡീസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഇഞ്ചി. പോട്ട് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും ചുമന്നുള്ളിയും വട്ടത്തിൽ അരിഞ്ഞത് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരിയെടുക്കണം. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒരുമിച്ച് പൊടിച്ച് എടുക്കാം. പൊടിച്ചെടുക്കുമ്പോഴും ബ്ലെൻഡറിൽ ഇടുന്ന സമയത്തും ഒട്ടും വെള്ളമൊന്നും കാണരുത്. ബ്ലെൻഡർ നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ. പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത സെയിം പോട്ടിൽ ആ ബാലൻസ് ഉള്ള ഓയിലിൽ തന്നെ കടുക് പൊട്ടിക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി മുളക് പൊടി ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ഇത് ഇടുക. ഇട്ടതിന് ശേഷം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പുളിയുടെ വെള്ളം അതിൽ അരിച്ച് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് തിളച്ചതിന് ശേഷം ഒരു നുള്ളു ഉപ്പിടുക. പിന്നെ മധുരത്തിനായിട്ട് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് പനങ്കൽക്കണ്ട് ഉരുക്കിയതാണ്. കാര്യം എൻ്റെ മോൾക്ക് ശർക്കരയും കരിപ്പൊട്ടിയും കൊടുക്കുന്ന സമയത്ത് വയറിന് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് മധുരത്തിന് എപ്പോഴും പനങ്കൽക്കണ്ട് ഉരുക്കിയത് മാത്രം ഞാൻ കൊടുക്കുന്നത് കുട്ടിക്ക്. കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് ഞാൻ മുളക് പൊടിയൊക്കെ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. ഓയിലിന് വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചിലർ അച്ചാറിടുന്ന സമയത്ത് നല്ലെണ്ണ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ കുട്ടിക്ക് ഇതുവരെ നല്ലെണ്ണ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇഞ്ചിയൊക്കെ നമുക്ക് കുഞ്ഞിനൊരു 7 മാസം ആകുമ്പം മുതൽ കൊടുത്ത് തുടങ്ങാം. പക്ഷേ ആ ഒരു ടൈമിലൊന്നും കൊടുത്താൽ കുട്ടികൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പിടിക്കാത്തത് കൊണ്ട് കഴിക്കാൻ ചാൻസ് കുറവാണ്. ഇതിപ്പം ഇഞ്ചി ഇങ്ങനെ അച്ചാറായിട്ട് തന്നെ കൊടുക്കണമെന്നില്ല, ജ്യൂസിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ജ്യൂസിൽ ആഡ് ചെയ്ത് കൊടുത്താൽ കുട്ടികൾ എത്രത്തോളം കഴിക്കും എന്നുള്ളത് അറിയില്ല. എൻ്റെ മോൾക്ക് പൊതുവേ ചോറ് കറിയും കൂട്ടി കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് ട്രൈ ചെയ്തത്.